ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു തനൂസ് വേൾഡ്. ഇന്നൊരു ഹെൽത്ത് ഡ്രിങ്കിനൊക്കെ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഗെയിനും ഒക്കെ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുണ്ടാ കാണിച്ചു തരും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് 100% നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഹെൽത്ത് ഡ്രിങ്കിന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത, പിന്നെ നമ്മുടെ മത്തങ്ങയുടെ കുരു, കപ്പലണ്ടി, വാൾനട്ട്, പിന്നെ കുറച്ച് ഏലക്കയും, പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ കൽക്കണ്ടാണ്, പനങ്കൽക്കണ്ടം എന്നൊക്കെ പറയും, അതാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിങ്ങൾ വേറെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വേണം, വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അതുകൊണ്ട് നന്നായി തുടച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം, നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് തരിതരിപ്പുണ്ടെങ്കിൽ ചില കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായി സ്മൂത്തായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി ടേസ്റ്റ് ആയിരിക്കും. മറ്റേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് നല്ല കണ്ടെയ്നറിൽ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് നമുക്ക് പാലിലൊക്കെ കലക്കി, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ആയിട്ടിടുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിതുപോലെ എൻ്റെ മോൾക്ക് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു.